2015 ദിലീപ് മഞ്ജു വാര്യർ വേർപിരിയുന്നു. 2016 ദിലീപ് കാവ്യ വിവാഹം. 2017 ഫെബ്രുവരി 17 യുവനടി പീഡിപ്പിക്കപ്പെടുന്നു. കേവലം 2 ദിവസത്തിനു ശേഷം മഞ്ജു വാര്യർ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. 2017 മാർച്ചിൽ പൃഥ്വിരാജ് നിർമ്മാണ വിതരണ കമ്പനി തുടങ്ങുന്നു. 2017 ജൂലൈ 10 മഞ്ജു വാര്യർ ആദ്യമായി പറഞ്ഞ അതേ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചാർത്തി ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുവരെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ അടക്കി വാണുനിന്നിരുന്ന ദിലീപ് എന്ന വൻമരം വീഴുന്നു. തുടർന്ന് 2025 വരേക്കുമുള്ള 8 വർഷം മലയാള സിനിമയിൽ ദിലീപിനെ മാറ്റി നിർത്തപ്പെട്ടത് കൊണ്ട് ഗുണഭോക്താക്കളായവർ ആരെന്ന് നോക്കിയാൽ ഒന്ന് മനസ്സിലാകും. വാര്യര് കുട്ടി പറഞ്ഞ ഗൂഢാലോചന ശരിയാണെന്നും നടത്തിയവർ ആരൊക്കെയായിരിക്കുമെന്നും. മഞ്ജു വാര്യർ ലേഡി സൂപ്പറായി 200 കോടി കളക്ഷൻ നേടിയ സിനിമയുടെ വരെ ഭാഗമായി. പൃഥ്വിരാജ് 150 കോടി നേടിയ സിനിമയിലെ നായകനും 200 കോടി നേടിയ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനുമായി. അതിജീവിതക്കൊപ്പം എന്ന മലയാള സിനിമയിൽ നിന്നും ആദ്യമായി പ്രഖ്യാപിച്ച യുവനടനായ പൃഥ്വിരാജ് നിർമ്മാതാവും സംവിധായകനും മഹാനടനുമായി മാറിയ ഈ 8 വർഷങ്ങൾക്കിടയിൽ തന്റെ ഒരൊറ്റ സിനിമയിൽ പോലും അതിജീവിതക്ക് അവസരം നൽകുകയോ മുഖ്യധാരയിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കുകയോ ചെയ്തില്ല. ചുരുക്കത്തിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന കെണിയൊരുക്കി ദിലീപിനെ കൊടുക്കുവാൻ അതിജീവിതയെ ഇരയാക്കിയതിൽ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിവരുടെയാണ്. അങ്ങനെയെങ്കിൽ വേട്ടക്കാരും ഇവർ തന്നെയാണ്.